Life of the people, page number 217. Greenland is thinly populated. The people who live here are called Eskimos. They are short and stout with straight black hair and high cheekbones. They have narrow black eyes and copper yellow skins. Okay. ഗ്രീൻലാൻഡില് നമ്മൾ പറഞ്ഞു ഗ്രീൻലാൻഡ് ഈസ് കോൾഡ് റീജിയൻ അല്ലേ? യെസ്. അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഈസ് തിൻലി പോപ്പുലേറ്റഡ്. സാധാരണ നമ്മൾ കേൾക്കുന്നത് തിക്ലി പോപ്പുലേറ്റഡ് എന്നാണ് അല്ലേ? ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലം അല്ലെ, കൂട്ടം കൂടി താമസിക്കുന്നത്. പക്ഷേ ഗ്രീൻലാൻഡിൽ തിൻലി പോപ്പുലേറ്റഡ് ആണ്. അതുപോലെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടോ ഗ്രീൻലാൻഡില്? ഇല്ല. ഗ്രീൻലാൻഡ് ഈസ് തിൻലി പോപ്പുലേറ്റഡ്. ദ പീപ്പിൾ ഹു ലിവ് ഹിയർ ആർ കോൾഡ് എസ്കിമോസ്. അപ്പൊ തിൻലി പോപ്പുലേറ്റഡ് ആയ ഗ്രീൻലാൻഡിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പറയുന്ന പേരെന്താ? എസ്കിമോസ്. ഗ്രീൻലാൻഡിലെ ജനങ്ങളെ, ഗ്രീൻലാൻഡിലെ മനുഷ്യരെ പറയുന്ന പേരാണ് എസ്കിമോസ്. ദേ ആർ ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് വിത്ത് സ്ട്രെയിറ്റ് ബ്ലാക്ക് ഹെയർ. അതായത് പൊക്കം കുറഞ്ഞ കറുത്ത നീണ്ട മുടിയുള്ള ആൾക്കാരാണ് ആര്? എസ്കിമോസ്. ആൻഡ് ഹൈ ചീക്ക് ബോൺസ്. ചീക്ക് ബോൺസ് എന്താ? ചീക്ക് ബോൺസ് നല്ല നീളമുള്ള ചീക്ക് ബോൺ ഉള്ള കറുത്ത നീളം മുടിയുള്ള പൊക്കം കുറഞ്ഞ മനുഷ്യന്മാരാണ് എസ്കിമോസ്. ദേ ഹാവ് നാരോ ബ്ലാക്ക് ഐസ്. അവർക്ക് ഇടുങ്ങിയ കറുത്ത കണ്ണുകളും അതുപോലെ കോപ്പർ യെല്ലോ ചെമ്പിന്റെ മഞ്ഞ നിറമുള്ള തൊലിയുമാണുള്ളത്. മനസ്സിലായോ? അപ്പം ഗ്രീൻലാൻഡ് ഈസ് തിൻലി പോപ്പുലേറ്റഡ് ഏരിയ. ദ പീപ്പിൾ who live here are called Eskimos. Eskimos are short and they have black hair and long high cheekbones. They have narrow black eyes and copper yellow skin. മനസ്സിലായില്ലേ? Yes. Next paragraph. The seal is an animal that lives under water but comes up to the surface to breathe. It provides the Eskimos with food and clothing. The seal എന്ന് പറഞ്ഞാ എന്താ? seal is an animal. അതായത് seal is an animal that lives under water. വെള്ളത്തിനടിയിൽ താമസിക്കുന്ന ഒരു ആനിമൽ ആണ് ഇത് seal. വെള്ളത്തിനടിയിൽ താമസിക്കുന്ന ഒരു ആനിമൽ ആണ് സീല്. അതെന്ത് ചെയ്യും? വെള്ളത്തിനടിയിൽ താമസിക്കും, പക്ഷെ കം അപ് ടു ദ സർഫേസ് ടു ബ്രീത്ത്. അതായത് പുറത്തേക്ക് വരും, സർഫേസിലേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും. എന്തിനു വേണ്ടി? ശ്വസിക്കാൻ വേണ്ടി മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ അല്ലെ? യെസ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ എസ്കിമോ വിത്ത് ഫുഡ് ആൻഡ് ക്ലോത്തിങ്. ഇതെന്ത് കൊടുക്കും? എസ്കിമോസിന് ഫുഡും ക്ലോത്തിങ്ങും നൽകും. വസ്ത്രവും ഫുഡും കൊടുക്കുന്നത് ഈ സീൽസ് ആണ്. അപ്പൊ നോക്കുക, seal എന്ന് പറഞ്ഞാൽ seal is an animal that live under water and come up to the surface for breathing. These animal provides the Eskimos to food and clothing. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തമ്പ് തന്നെ. മനസ്സിലായി എങ്കിൽ ഇങ്ങനെ തമ്പ് തരണം. ഇങ്ങനെയല്ല, ഇങ്ങനെ. മനസ്സിലായെങ്കിൽ ഇങ്ങനെയാണ് തമ്പ് തരുന്നത്. മനസ്സിലായില്ല? ഒന്നും കൂടെ പറയാം. അതായത് നമ്മുടെ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ആൾക്കാർ അധികം താമസിക്കാത്ത സ്ഥലമാണ്. തിൻലി പോപ്പുലേറ്റഡ് ആണ്, തിക്ലി അല്ല. കാരണം അവിടെ എപ്പോഴും തണുപ്പും മഞ്ഞൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് കൂടുതൽ ജനങ്ങൾ അവിടെ താമസിക്കാറില്ല. ഇനി അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരെ പറയുന്നത് എന്താണ്? എസ്കിമോസ് എന്നാണ്. ഈ എസ്കിമോസ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ് നല്ല എന്താ പറയാ, ബ്ലാക്ക് ഹെയർ, സ്റ്റൗട്ട് സ്ട്രെയിറ്റ് ആയ ബ്ലാക്ക് ഹെയർ ഉള്ള, ഇടുങ്ങിയ കണ്ണുകളുള്ള, അതുപോലെ യെല്ലോ സ്കിൻസ്, കോപ്പർ യെല്ലോ സ്കിന്നുള്ള മനുഷ്യന്മാരാണ് ഇത് എസ്കിമോസ്. പിന്നെ അവിടെ ഒരു ആനിമൽ ഉണ്ട്, സീൽ. ആനിമലിന്റെ പ്രത്യേകത എന്താ? ദ ആനിമൽ സീൽ ഈസ് ആൻ ആനിമൽ ദാറ്റ് ലിവ്സ് അണ്ടർ വാട്ടർ. വെള്ളത്തിനടിയിലാണ് ഏത് ജീവിക്കുക? സീൽ എന്ന് പറഞ്ഞ ആനിമല്. അത് എന്തിനു മാത്രമേ പുറത്തേക്ക് വരുള്ളൂ? ശ്വസിക്കാൻ മാത്രം. വെള്ളത്തിനടിയിൽ താമസിക്കുന്ന, ശ്വസിക്കാൻ മാത്രം പുറത്തു വരുന്ന ജീവിയാണ് സീല്. ആ സീലാണ് എന്ത് കൊടുക്കുന്നത്? സീലാണ് എന്ത് ഭക്ഷണം? ആരുടെ ഭക്ഷണം? എസ്കിമോസിന് ഭക്ഷണമാണ് ആ സീല്. അതുപോലെ വസ്ത്രവും. മനസ്സിലായോ?
Next paragraph. The clothes of Eskimos are made from the skin and furs of animals. Both children and grown-up wear trousers and knee-length boots made from the skin of seals. They also wear jackets or coats with hoods which can be pulled over the head. These are called parkas. മക്കളെ മഴയാണ്. ക്ലിയർ ഇല്ലേ? ക്ലിയർ ഉണ്ടോ? ശ്രദ്ധിക്കേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ സീൽ എന്ന് പറഞ്ഞ ആനിമൽ ആണ് എന്ത് കൊടുക്കുന്നത് നമ്മുടെ എസ്കിമോസിന് ഫുഡും ഭക്ഷണമൊക്കെ ഫുഡും അതുപോലെ ഡ്രസ്സിൽ നിന്നൊക്കെ കിട്ടുന്നത് ഈ സീൽ എന്ന ആനിമലിൽ നിന്നാണ്. ഇനി ദ ക്ലോത്ത്സ് ഓഫ് ദ എസ്കിമോസ് ആർ മെയ്ഡ് ഫ്രം ദ സ്കിൻ ആൻഡ് ഫേഴ്സ് ഓഫ് ആനിമൽ. അതായത് മൃഗങ്ങളുടെ തൊലിയും അതുപോലെ രോമവും ഉപയോഗിച്ചാണ് എസ്കിമോസ് ഡ്രസ് ഉണ്ടാക്കുക. മനസ്സിലായോ? എസ്കിമോസ് ഡ്രസ് ഉണ്ടാക്കുന്നത് ഈ ആനിമൽസിന്റെ തൊലിയും രോമവും ഉപയോഗിച്ചാണ്. ബോത്ത് ചിൽഡ്രൻ ആൻഡ് ഗ്രോൺ അപ്പ് വിയർ ട്രൗസേഴ്സ് ആൻഡ് നീ ലെങ്ത് ബൂട്ട്സ്. അതായത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എന്താ ധരിക്കുക? ട്രൗസേഴ്സും അതുപോലെ ലെങ്ത് ബൂട്ട്സ്, അതായത് കുറച്ച് ഇറക്കമുള്ള ബൂട്ട്സും ധരിക്കും. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? സ്കിൻ ഓഫ് സീൽസ്. സീൽ എന്ന ആനിമലിന്റെ ഫറും സ്കിന്നും ഉപയോഗിച്ചുണ്ടാക്കിയ ബൂട്ട്സും അതുപോലെ ട്രൗസറുമാണ് എസ്കിമോസിന്റെ ഡ്രസ്സ്. ഇനി ദേ ഓൾസോ വിയർ ജാക്കറ്റ് ധരിക്കും. കണ്ടോ ജാക്കറ്റ് ഒക്കെ ധരിച്ചിരിക്കുന്ന എസ്കിമോസിനെ കണ്ടോ? യെസ്. ജാക്കറ്റ്സ് ഓർ കോട്ട്സ് വിത്ത് ഹൂഡ്സ് വിച്ച് ക്യാൻ ബി പുൾഡ് ഓവർ ദ ഹെഡ്. അത് തലയിലേക്ക് ഇങ്ങനെ വലിച്ചിടും. കണ്ടോ? പുൾഡ് ഓവർ ദ ഹെഡ്. അതിനെ പറയുന്ന പേരാണെന്ത്? പാർക്കാസ്. എന്താ? പാർക്കാസ്. കിട്ടിയോ? എസ്കിമോസിന്റെ പിക്ചർ ഒന്ന് നോക്കിയേ. all of you listen this picture. Eskimos are short, പിന്നെയോ long black hair, പിന്നെ നാരോ ഐസ്. പിന്നെ അവരുടെ തൊലി കണ്ടോ? അവരുടെ കളർ കണ്ടോ? മനുഷ്യന്റെ നല്ല കോപ്പർ സ്കിന്നാണ് അല്ലെ? കോപ്പർ യെല്ലോ സ്കിന്നാണ് അവരുടേത്. അപ്പൊ അവരുടെ ഡ്രസ്സ് നമ്മൾ പഠിച്ചു. അവരുണ്ടാക്കുന്ന ഡ്രസ്സ് സീൽ എന്ന ആനിമൽസിന്റെ ഫറും സ്കിന്നും ഉപയോഗിച്ചാണ് അവര് വസ്ത്രം ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അതുകാരണം രോമം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡ്രസ്സ് കൂടുതൽ ചൂട് നൽകും അല്ലേ? നല്ല ചൂട് കിട്ടൂലേ? മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡ്രസ്സിന് നല്ല ചൂടായിരിക്കും. അവിടെ നല്ല തണുപ്പുള്ള ഏരിയ അല്ലേ? അല്ലേ മക്കളെ? അല്ലേ? ആ, അത്രയൊന്ന് വായിച്ചു നോക്കിയേ. ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഇവിടെ ഭയങ്കര മഴയാണ്. Who will read loudly? ആരാ ഒച്ചത്തിലൊന്ന് വായിക്കുക? ഷിഹാസേ? ഷഹബാസ് അല്ലേ? ഷഹബാസ് ആൻഡ് ഷിഹാസ് എന്നാണല്ലോ പേര് കാണുന്നത്. ഷഹബാസേ ഒന്ന് വായിച്ചേ മോനെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഷഹബാസ്, പേജ് നമ്പർ 217, ലൈഫ് ഓഫ് ദ പീപ്പിൾ. ആ വായിച്ചേ, അൺമ്യൂട്ട് ചെയ്തേ. യെസ്. 217. This one. Life of the police. Life of the people. Granted is daily. Greenland is thinly populated. The people who live here are called Eskimos.
Eskimos. Ah. Then are They are short, short and short and ah, round, ah, broad, ah. Short and stout with straight black straight hair. Hmm. hair and in chinked up Hmm. High cheekbones. High cheekbones. and have They have narrow narrow back black eyes hair and coat yellow. and copper yellow skins. That feel Hmm. in an animal then live Animal under that lives under trees and with but but comes up to the Hmm. branch to break up. surface to breathe. Surface to be. It It provides provides the Eskimos with with food food and and clothing. the clothes of the Yes, please stop there, Shiha. Shahabase, please stop there. Next one, Grace K.A. The clothes of the Eskimos are made from the skin and fur of animals. Fur അല്ല മോളെ fur എന്നാണ് കേട്ടോ. Furs of animals. Fur of animals. ആ. Both children and grown ups wear trousers and and knee length. മുട്ടിനൊപ്പം നീളമുള്ള knee length boot. മുട്ടിന്റെ അത്രയും വരുന്ന ബൂട്ട്സ്. knee length boots made from the skin of cells. They also wear jackets or coats with hoods which can be pulled over the head. This is called Parkas. parkas. Okay. Next one, Edwin. എഡ്വിനെ വായിച്ചേ മോനെ. അൺമ്യൂട്ട് ചെയ്യ്. Life of the people. Greenland is thinly populated. The people who live ഒരു മിനിറ്റ് മോനെ. ദ ലാൻഡ് ഓഫ് ഐസ് മുതൽ വായിച്ചോ, ഫസ്റ്റ് വൺ മുതൽ. കാരണം മഴയാണ്, നിങ്ങൾക്കൊന്നും കേൾക്കില്ല, ഇവിടെ ഭയങ്കര മഴ. എവിടെ തൊട്ടാ മിസ്? ഫസ്റ്റ് മുതൽ ലാൻഡ് ഓഫ് ഐസ്, ആദ്യം മുതൽ അതിന്റെ. The land of ice. The northernmost and southernmost regions of the earth are called polar regions. Both these regions are very cold. The region around the North Pole is called the Arctic region. It consists of the Arctic Ocean, thousands of islands. Island, not Iceland. Island, including Greenland and the northern parts of the continents of Europe, Asia, and North America. Okay. Greenland is the largest island in the world. Ireland, not Iceland. അല്ല, Ireland. Island in the world, most of it is permanently covered by a thick sheet of ice. The island is about 2,680 kilometers in length and 1,280 kilometers in width.
The Norse Vikings Norse were Vikings were the first to discover Greenland in the 10th century. century. Okay, please stop there. Next one. Muhammad K. മുഹമ്മദ് കെ ഇല്ല. മുഹമ്മദേ ഒന്ന് വായിച്ചേ മോനെ. മുഹമ്മദ് കെ കേൾക്കുന്നില്ല മോനെ, വായിക്കുന്നുണ്ടോ? Okay, next one. ആദിത്യൻ. അൺമ്യൂട്ട് ചെയ്തേ ആദിത്യ. ഓക്കെ. Land surface. Greenland lies to the northeast of the Canada is Separated from The land surface. where it is northmost is only 650 kilometer from ആദിത്യ മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, കേൾക്കുന്നില്ല. North point is only 650 kilometer from the North Pole, except for the narrow coastal strips. Its land surface is mountainous and is always covered with thick snow. Huge block of ice break off and fall into the sea. These are called icebergs. They are very dangerous for passing ships. Only very small portion is visible above the water. Okay, please stop there Adityan. Next one. മുഹമ്മദ് കേക്ക് കേൾക്കുന്നുണ്ടോ മോനെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കോ? മുഹമ്മദ് റിഹാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. റിഹാനെ Okay, Hanna, you can read now. Hanna. Climate, darkness and cold are the two factors that control life in the Arctic region. For several months of the year, there is no sunlight. In the short summer, there is continuous daylight. The sun shines even at midnight, making it the land of the midnight sun. The temperature rarely rises above freezing point. Snow falls continuously throughout the long, gloomy winter. Chilly winds blow at a speed of over 160 km/h. The subsoil is permanently frozen. Okay, Vegetation and wild. Next one, Angel. Vegetation and wildlife.
plant life is short. Plants are small and scattered. Only mosses, lichens, grasses, and low shrubs grow. Some stunted trees are found in this region. Most of these have berries and are an important source of food for the Arctic animals. Herbs grow in summer. The animal life of the region is sur- surprisingly rich. Musk oxen, polar bears, huskies, and reindeer are found. With its flat feet, the reindeer can run very fast on the snow. Its waterproof skin also allows allows it to. it to swim long distance in ice cold water. Okay, please stop Among there. the small Please stop there, Nan. ക്ലിയർ ഇല്ല എഡ്വിൻ? കേൾക്കുന്നില്ലേ? ഓക്കെ. റെയിനിങ് ഈസ് ഹിയർ. ദെൻ അതുലേ മോനെ ഒന്ന് വായിച്ചേ മോനെ. അടുത്ത പീരീഡ് ക്ലാസ് എടുക്കാം കേട്ടോ. മഴയില്ലെങ്കിൽ GK-ന്റെ പീരീഡ് സോഷ്യൽ തന്നെ എടുക്കാം. ഇപ്പൊ എടുത്തത് ഇപ്പം ഭയങ്കര മഴ, നമുക്കൊന്നും കേൾക്കുന്നില്ല. യെസ് അതുൽ. മിസ് ഫസ്റ്റ് തൊട്ട് വായിക്കട്ടെ. ഫസ്റ്റ് തൊട്ടല്ലോ. ആ ഇവിടെ തൊട്ട്. Among the smaller animals are Among the smaller animals are wolves, Arctic foxes, and wolverines. These animals are protected against the cold by thick warm fur and a heavy layer of flat feet. Sorry. Warm fur and heavy layer of flat under the skin. Under the skin. Skin. The danger of frostbite to the there are their tooth is reduced by their compact shape. reduced by compact shape. Okay, please stop there, Adul. Then Muhammad,
മുഹമ്മദിനെ കുറെ പ്രാവശ്യമായി മിസ് വിളിക്കുന്നേ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. മുഹമ്മദ് കെ അൺമ്യൂട്ട്. മുഹമ്മദേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇപ്പൊ വന്നുണ്ട്. ഓക്കെ ചെയ്തോ, വായിച്ചോ. There are few There birds. are few birds in this region, Ah, but every year millions of ducks, geese and waders come here to nest and feed in time of plenty for the Arctic fox, which preys on the weak and injured chicks. ah. The Arctic fox has many eggs it can and hides the rest in the snow. It is good for the winter. The sea is rich with seals, whales, and seabirds like the suga and the lord. Life of the people. Greenland is thinly populated. The people who live here are called Eskimos. There are Okay, short please stop and there, Mone, please stop there. Shisa. അന്നെ അൺമ്യൂട്ട് ചെയ്തിനി. ഓക്കെ, ഒരു മിനിറ്റ്. ഷിസ ഒന്ന് വായിച്ച നമ്മൾ അൺമ്യൂട്ട് ചെയ്തേ. ഷിസ ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. Plant short plant are small and അവിടെയൊന്നും അല്ല, എവിടെയാ? ലൈഫ് ഓഫ് ദ പീപ്പിൾ മുതലാണ്. ലൈഫ് ഓഫ് ദ പീപ്പിൾ. life of the people. Greenland is thinly populated. The people who live here are called Eskimos. Eskimos. They are short and short, with strange black hair and high bones. കുറച്ച് സൗണ്ടിൽ വായിക്കണേ. They have read loudly, Shisa. and copper yellow skin. The seal is an animal that lives underwater but comes up to the surface to breathe. Okay. It provides the Eskimos with the food and clothing. The clothes of the Eskimos are made from the skin and fur of animals. Born the children and grow up their trousers and slingers both made from the skin of seals. They also wear jackets or coats with hoods which can be pulled over the head. These are called parkas. Okay. Then Rihan, Muhammad Rihan.
മുഹമ്മദ് റിഹാനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. മക്കളെ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഭയങ്കര മഴയാണ്. അടുത്ത ജികെന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. ജികെന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരിക്കുവേ. അല്ല സോറി, ഇംഗ്ലീഷ് അല്ല, സോഷ്യല് മാറിപ്പോയി. സോഷ്യലിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ജികെന്റെ പീരീഡ്. ജികെ അല്ല, സോഷ്യല്. ഇവിടെ ഭയങ്കര മഴ, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. റിഹാനെ മോൻ വായിക്കുന്നുണ്ടോ റിഹാൻ? യെസ്, അൺമ്യൂട്ട് ആൻഡ് റീഡ്. ആദ്യം മുതലേ വായിക്കും മോനെ. The land of ice, the northernmost and southern region of the earth are called polar region. Both these regions are very cold. The region around the pole is called a Arctic region. Cold Arctic region consists of ocean, thousands of islands. ഓക്കെ, റിഹാൻ അവിടെ റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ലേ, ഒന്നും കേൾക്കുന്നില്ല. മക്കളെ അപ്പം നമ്മള് ഈ എപ്പോഴാ 4 മണിക്കല്ലേ? 4 മണിക്കല്ലേ ജികെന്റെ ക്ലാസ് അല്ലേ? ആ 4 മണിക്കത്തെ ജികെന്റെ ക്ലാസ്സിന് സോഷ്യലിന്റെ ടെക്സ്റ്റ് എടുക്കണേ. സോഷ്യലിന്റെ ടെക്സ്റ്റ്. ഓക്കെ, ഈ എടുത്ത കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പൊ വായിച്ച കാര്യങ്ങള് എവിടെയായിരുന്നു അത്? ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഭയങ്കര മഴ കുറയുമായിരിക്കും. ഓക്കെ, see you in the next class.